Hare Krishna, Hare Krishna, Krishna Krishna. ശ്രീല പ്രഭുപാദിൻ്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്ത പ്രഭുവിൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ച കാര്യമാണ്. സിദ്ധാന്ത പ്രഭു കുറച്ച് ഭക്തന്മാരും പ്രഭുപാദും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. അതിലൊരു ഡിവോട്ടിയാണ് ധനഞ്ജയ ദാസ് എന്ന് പറഞ്ഞ ഡിവോട്ടി. അദ്ദേഹം ലണ്ടനിലുണ്ടായിരുന്ന ഒരു ഭക്തനാണ്. അപ്പം അവർക്ക് ധനഞ്ജയ പ്രഭുവും ശ്യാം സുന്ദർ പ്രഭുവൊക്കെയാണ് ഈ ബീറ്റിൽസുമായിട്ട് പരിചയപ്പെട്ടിട്ടുള്ളത്. അപ്പം ജോർജ് ഹാരിസണും ഒക്കെ ആയിട്ട് നല്ല പരിചയം അവർക്കുണ്ടായിരുന്നു. അപ്പം ജോർജ് ഹാരിസണും പ്രഭുപാദും തമ്മിലുള്ള ഇടപെടലുകളും അവരുടെ കോൺവെർസേഷനൊക്കെ ഇവർ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പം ജോർജ് ഹാരിസൺ വളരെയധികം പ്രഭുപാദിനെ ഫോളോ ചെയ്യുമായിരുന്നു. ആദ്യം ഒരു മഹർഷി മഹേഷ് യോഗി എന്ന് പറഞ്ഞൊരു മായാവാദി സന്യാസിയെ ഫോളോ ചെയ്തു. പിന്നെ പ്രഭുപാദിന്റെ ജെന്യൂനിറ്റി കണ്ടപ്പോൾ അവരതെല്ലാം ഉപേക്ഷിച്ച് പ്രഭുപാദിനെ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങി. പക്ഷെ അവരും ബീറ്റിൽസും ഒരു ഹിപ്പി, ഒരു റോക്ക് ബാൻഡ് ഹിപ്പി അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അവർ പലരും ലഹരിയൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് ഒന്നും ഫോളോ ചെയ്യാത്ത വ്യക്തികളായിരുന്നു. അപ്പം അതിൽ ആ ബീറ്റിൽസിൽ ജോർജ് ഹാരിസൺ മാത്രമാണ് കൂടുതലായിട്ട് ഇതിലേക്ക് കൃഷ്ണ കോൺഷ്യസിന്റെ ഡെപ്ത് എടുക്കാനായിട്ട് ശ്രമിച്ചത്. അദ്ദേഹം ഒരുപാട് സേവനങ്ങളും ഇസ്കോണിന് ചെയ്തു. ഭക്തിവേദാന്ത മാനർ അദ്ദേഹമാണ് കൊടുത്തത്. പിന്നെ അതേപോലെ കൃഷ്ണ ബുക്ക് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തത് ജോർജ് ഹാരിസൺ ആണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചാൻറ്റും ചെയ്യുമായിരുന്നു ജോർജ് ഹാരിസൺ. അപ്പം ഒരു വേളയിൽ ജോർജ് ഹാരിസൺ വന്ന് പ്രഭുപാദിനെ കാണാനായിട്ട് വന്നിട്ട് ജോർജ് ഹാരിസൺ ഇങ്ങനെ പ്രഭുപാദിനോട് ചോദിച്ചു, ഞാൻ ഷേവപ്പ് ചെയ്തിട്ട് ഞാൻ ടെമ്പിളിലേക്ക് വരട്ടെ എന്ന്, അതായത് ഡിസൈപ്പിളായിട്ട് വരട്ടെ എന്ന് ഇങ്ങനെ ജോർജ് ഹാരിസൺ പ്രഭുപാദിനോട് ചോദിച്ചു. പിന്നെ പ്രഭുപാദ് പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. വേണ്ട, നീ ഓൾറെഡി ഒരു ഡിവോട്ടിയാണ്, നീ ഇപ്പോൾ ചെയ്യുന്ന സേവനം നീ തുടർന്ന് ചെയ്താൽ മതി എന്നിങ്ങനെ പറഞ്ഞു. ആ ഇടയ്ക്കാണ് ഈ ഒരു സിത്താർ സിംഗറാണ് രവിശങ്കർ എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന്റെ മകള് ലക്ഷ്മി ശങ്കറാണ്. അപ്പം ലക്ഷ്മി ശങ്കർ നൃത്തമൊക്കെ ചെയ്യുന്നത്. അപ്പം ആ ലക്ഷ്മി ശങ്കറിന് വേണ്ടി അവര് ജോർജ് ഹാരിസൺ ഒരു പാട്ടും കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി. കൃഷ്ണ വേർ ആർ യു എന്ന് പറഞ്ഞൊരു സോങ്. അപ്പോൾ പ്രഭുപാദിന് മുമ്പിൽ വെച്ച് അദ്ദേഹം അത് ഇങ്ങനെ പാടിയപ്പം പ്രഭുപാദ് പറഞ്ഞു, ഇതാണ് കറക്റ്റ് ഗൗഡിയ വൈഷ്ണവ മൂഡ് ഇതാണ് എന്ന് പറഞ്ഞു. ഗൗഡിയ വൈഷ്ണവ മൂഡ് എന്ന് പറഞ്ഞാൽ കൃഷ്ണനെ എനിക്കറിയാം, കൃഷ്ണനെ ഞാൻ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന മൂഡല്ല ഗൗഡിയ വൈഷ്ണവ മൂഡ്. ഗൗഡിയ വൈഷ്ണവ കൃഷ്ണൻ എവിടെയാണ് എന്ന് തിരക്കുന്ന മൂഡാണ്. കൃഷ്ണൻ എനിക്ക് കിട്ടിയിട്ടില്ല, കൃഷ്ണന്റെ അടുത്തേക്ക് വരാൻ എനിക്ക് യോഗ്യതയില്ല, എപ്പോഴാണ് എനിക്ക് കൃഷ്ണന്റെ അടുത്തേക്ക് വരാൻ പറ്റുക, ഇങ്ങനെയുള്ള ഭാവമാണ് ഗൗഡിയ വൈഷ്ണവ. അപ്പൊ ഈ സോങ്ങിൽ അത് പ്രതിഫലിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ശീല പ്രഭുപാദ് പറഞ്ഞു. അപ്പം ധനഞ്ജയ പ്രഭു ഇങ്ങനെ പറയാണ്, പ്രഭുപാദ് ഏത് സന്ദർഭത്തിലും ഏത് സാഹചര്യത്തിലും എന്താണ് പറയേണ്ടതെന്നും എന്താണ് ഗൈഡ് ചെയ്യേണ്ടതെന്നും അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം. കാരണം ജോർജ് ഹാരിസനെ പോലെ ലോകമെമ്പാടും ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ തന്റെ ശിഷ്യനാക്കാനായിട്ട് പ്രഭുപാദ് ഒരു നീഡിയായിട്ട് പ്രവർത്തിച്ചില്ല. പ്രഭുപാദിന് അറിയാമായിരുന്നു അദ്ദേഹത്തിന് പല റെഗുലേറ്ററി പ്രിൻസിപ്പിൾസും പാലിക്കാൻ പറ്റില്ല എന്നറിയാമായിരുന്നു. അതുകൊണ്ട് പ്രഭുപാദ് പറഞ്ഞു, നീ ഇപ്പൊ ചെയ്യുന്ന ഒരു വെൽവിഷറായിട്ട് ചെയ്യുന്ന സേവനം തന്നെയാണ് നല്ലത്, അത് തുടരാനാണ് പറഞ്ഞത്. പ്രഭുപാദ് ഇമ്മീഡിയറ്റ്ലി ഇതായില്ല. അപ്പം ധനഞ്ജയ പ്രഭുപാദിന്റെ മൂഡ് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ സിൻസിയറായിട്ടൊരു കാര്യം ചെയ്യാം, ഡിവോഷൻ നാച്ചുറലി ഡീപ്പൻ ആവട്ടെ എന്നുള്ളതാണ് പ്രഭുപാദിന്റെ മൂഡ് എന്ന് പറഞ്ഞു. ഒരു വ്യക്തി സിൻസിയറായിട്ട് അത് എന്ത് ചെയ്യുന്നു അത് സിൻസിയറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ക്രമേണ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ കൺവിക്ഷൻ വരുമ്പോൾ അദ്ദേഹം പൂർണ്ണമായിട്ട് ഏറ്റെടുക്കും. അപ്പൊ ആ ഒരു സ്പേസ്, ആ ഒരു ടൈം ആ വ്യക്തിക്ക് കൊടുക്കുക എന്നുള്ളത് പ്രഭുപാദ് അത് കാണിച്ചു തന്നു എന്നുള്ളത്. പ്രഭുപാദ് താൻ ഫേമസ് ആകും, ഒരു വലിയൊരു ഡിസൈപ്പിളിനെ കിട്ടിയ താൻ ഫേമസ് ആകും എന്നുള്ളൊരു ഭാവം അദ്ദേഹത്തിനില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ നാച്ചുറൽ ഡിവോഷനിൽ അദ്ദേഹം വളരട്ടെ, അപ്പം നമുക്ക് നോക്കാം എന്നുള്ള ഒരു ഇതായിരുന്നു പ്രഭുപാദിന്റെ എന്നുള്ളത്. അത് ഒരു പെർഫെക്റ്റ് സ്പിരിച്വൽ മാസ്റ്ററിന്റെ മൂഡാണ് പ്രഭുപാദ് അവിടെ കാണിച്ചതെന്നുള്ളത് ധനഞ്ജയ പ്രഭു അവിടെ പറയുന്നു.